ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് രാവിലെ 8:30 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം അദ്ദേഹം ഈ KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ഘാടന ബസ്സിൻ്റെ കണ്ടക്ടർ ജയകുമാരി നമുക്കൊപ്പം ചെയ്യുന്നു. ജയകുമാരി മേഘന മുരളിയുമായി സംസാരിക്കുന്നു. ഓവർ ടു തമ്പാനൂർ. SKN ചരിത്രത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജയകുമാരി ചേച്ചിയാണ്. ചേച്ചി എങ്ങനെയാണ്, എത്രത്തോളം സന്തോഷമുണ്ട്? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിൽ വനിതകൾക്ക് മുഴുവൻ സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിലെ ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഒരുപാട് വനിതാ കണ്ടക്ടർമാരുണ്ട്, എങ്ങനെയാണ് നറുക്ക് വീണത്? അത് എങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് മേലുദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളാണ് കണ്ടക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതിന് തയ്യാറ്. വലിയ സന്തോഷം. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മൾ സ്ത്രീകൾക്കും ഒരു തുക മിച്ചം പിടിക്കാൻ പറ്റുകയാണ്. പിന്നെ ഭയങ്കര അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയുമ്പോൾ 10-20 രൂപയല്ലേ എന്ന് പറയുമ്പോൾ ദിവസവും അത് ഓരോ ദിവസവും എടുത്തു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, അയ്യോ ശമ്പളം കിട്ടുമ്പോഴേ ചിന്തിക്കണം ഇത്രയും രൂപ ബസ് ഫെയറിന് മാറ്റി വയ്ക്കണമല്ലോ. കാരണം അവസാനമാകുമ്പോഴത്തേക്കും വീടുകളിലെ ചിലവെല്ലാം കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സാധാരണ പോലെ വന്ന് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് ഇറങ്ങി പോകാം. അതുപോലെ ടിക്കറ്റ് മിഷനിൽ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഫീമെയിൽ എന്നൊരു ഓപ്ഷനും കൂടി വരുവാണല്ലോ. ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ നേരത്തെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് PSP എന്നുള്ള ഓപ്ഷനാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ PSP എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓൾറെഡി ഈ സൗജന്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മെയിൽ ഫീമെയിലിന് പ്രത്യേകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകതയൊന്നുമില്ല. ഇതിപ്പോൾ ഫീമെയിൽ മാറി PSP ആവുന്നു. പണം കൊടുക്കേണ്ട, 0 ടിക്കറ്റ്. അതെ 0 ടിക്കറ്റ്. അതിൻ്റെ വാല്യൂ എല്ലാം കണക്കാണ്. പക്ഷേ ടിക്കറ്റ് വരുമ്പോഴേക്കും 0 എന്ന് അതുമേൽ പ്രിന്റ് ചെയ്തിരിക്കും. ഇനി ഏതെങ്കിലും വനിത വന്നിട്ട് എനിക്ക് പണം നൽകണം, സൗജന്യ യാത്ര വേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എന്ത് പറയും? ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാരിൻ്റെ നയമാണത്. ഈ ബസ്സിൽ പ്രിയദർശിനി എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ബസ്സിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പൈസ കൊടുത്തേ പറ്റൂ എന്നുള്ളവർ വേറെ ഏതെങ്കിലും ബസ്സിൽ കയറി യാത്ര ചെയ്യേണ്ടി വരും. കാരണം സർക്കാരിൻ്റെ ഉണ്ടാക്കുന്ന ഒരു നിയമത്തിനെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അഭിമാനമാണല്ലേ? തീർച്ചയായിട്ടും അഭിമാനമാണ്. SKN ജയകുമാരി ചേച്ചിക്ക് വലിയ അഭിമാനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KSRTC ഗ്യാരേജിലാണ്. ഇവിടെ ഒരുപാട് പ്രിയദർശിനി ബസ്സുകളെ നമുക്ക് കാണാം. സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ബസ്സുകളെ കാണാം. അതിൽ ഈ ഉദ്ഘാടന ബസ്സിന്റെ ജീവനക്കാർ വനിതകളാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകതയും. അതിൽ നേരത്തെ ഡ്രൈവർ ഷീലയുടെ പ്രതികരണം കേട്ടു. അതിനുശേഷം ജയകുമാരിയും വലിയ സന്തോഷത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.